ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിനും ഒരു ചെറിയ കാര്യം, ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബീട്രൂട്ടിനോടൊപ്പം തന്നെ നമ്മൾ 2 സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ടും സവാളയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരപ്പിനായിട്ട് നമുക്ക് 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചെറിയ വെളുത്തുള്ളി അല്ലി, അതേപോലെ ഒരു പീസ് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അരപ്പ് ടൈപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും ഇട്ട് പൊട്ടിച്ചെടുക്കുക. തോരൻ അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൾസ് ഉണ്ടല്ലോ മിക്സിയിൽ, അതിൽ 2 പ്രാവശ്യം ഒന്ന് തിരിച്ചാൽ മതി. അല്ലാതെ നമ്മൾ അരച്ചങ്ങ് എടുക്കരുത്, ചെറുക്കൊന്ന് ചതഞ്ഞ് വന്നാൽ മതി തോരന്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഇത് കുറച്ച് നേരം ഒന്ന് ആവിയിൽ മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കുക. നമ്മൾ 10 മിനിറ്റോളം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുക. അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമ്മൾ തട്ടി ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് വേവിക്കാനായിട്ട് 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അരപ്പിൻ്റെ ഒരു പച്ച ചേർപ്പ് വന്നാൽ ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും അത് വെന്ത് സെറ്റായിക്കോളും. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയും കുറച്ച് നേരത്തേക്ക് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഒന്ന് അടച്ച് യോജിപ്പിച്ച് വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ബീട്രൂട്ട് തോരൻ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും ഇഷ്ടമാവും. അതേപോലെ നിങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കി നോക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. അപ്പം ബൈ, താങ്ക് യു ഓൾ.